നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. സ്കൂളുകളിലും കോളേജുകളിലും പത്രമാധ്യമങ്ങളിലും പലപ്പോഴൊക്കെ ഫൈനാൻഷ്യൽ ജേർണലുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബോണ്ടുകൾ എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഈ ബോണ്ടുകൾ? ബോണ്ടുകളിൽ എങ്ങനെ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, എത്രത്തോളം നമുക്ക് റിട്ടേൺ കിട്ടും, എത്രത്തോളം സുരക്ഷിതമാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബോണ്ടുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പലരും പണം പലിശയ്ക്ക് കൊടുക്കാറുണ്ട്, അല്ലെ? അത് പ്രൊഫഷണലി സ്ഥാപനമായിട്ട് ചെയ്യുന്നവരുണ്ട്, സ്ഥാപനമില്ലാതെ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. 5%, 2%, 10% ഒക്കെ വെച്ചിട്ട് പലിശയ്ക്ക് പൈസ കൊടുക്കാറുണ്ട്. ഒരു മാസം കാലാവധിയിൽ കൊടുക്കാറുണ്ട്, 100 ദിവസം കാലാവധിയിൽ കൊടുക്കാറുണ്ട്, ചിലർ 1 വർഷ കാലാവധിയിൽ, 5 ദിവസം കാലാവധിയിൽ, ഇങ്ങനെ പല ദിവസത്തെ കാലാവധിയിലും മാസങ്ങളുടെ വർഷത്തെ കാലാവധിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പണം കൊടുക്കുന്ന സമയത്ത് എഗ്രിമെന്റ് ഉണ്ടാവും. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ചിലർ വാക്കാലുണ്ടാവും, ചിലർ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എഗ്രിമെന്റ് ഒക്കെ കൊടുക്കാറുണ്ട്. ഈ എഗ്രിമെന്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇത്ര എമൗണ്ട് ഇത്ര നാളത്തേക്കാണ് തരുന്നത്, ഇത്ര ഇൻട്രസ്റ്റ്, അത് ഡെയിലി ആണോ, മന്ത്ലി ആണോ, ഇയർലി ആണോ, എങ്ങനെയാണ് ഇൻട്രസ്റ്റ്, ഇത്ര ഇൻട്രസ്റ്റ് തരണം. ചിലർ ഫണ്ടിന്റെ കൂടെ തന്നെ അവസാനം വായിക്കും. അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള തരത്തിൽ പണം കടം കൊടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. ബേസിക്കലി ഇത് നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ഉണ്ടല്ലോ. ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് നമ്മൾ കടം കൊടുക്കുമ്പോൾ അവർ നമ്മൾക്ക് തരുന്ന ഈ ഒരു പേപ്പറുകളെയാണ് ബോണ്ടുകൾ എന്ന് നമുക്ക് പറയാം. ബോണ്ടുകൾ അതായത് കടപ്പത്രങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കടപ്പത്രങ്ങൾ, അവർ കടം വാങ്ങിക്കണം, കമ്പനികൾ കടം വാങ്ങിക്കണം, നമ്മളാണ് പണം കടം കൊടുക്കുന്നത് കമ്പനികൾക്ക്. ആ കമ്പനികൾ നമ്മൾക്ക് തരുന്നത് ബോണ്ടുകളാണ്. ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ കടപ്പത്രങ്ങൾ നമുക്ക് തരും. ഇപ്പൊ ഈ ഒരു കടപ്പത്രത്തിന് ഒരു വാല്യൂ ഉണ്ടാവും. അതായത് എത്രയാണോ നമ്മൾ ഈ പറഞ്ഞ കമ്പനിക്ക് കടം കൊടുത്തത്, ആ കടം കൊടുത്തതായിരിക്കും അതിനകത്ത് എഴുതിയിരിക്കുന്നതിന്റെ വാല്യൂ. ഇപ്പോൾ 1 ലക്ഷമാണെങ്കിൽ 1 ലക്ഷത്തിന്റെ കടപ്പത്രമായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, 1 ലക്ഷത്തിന്റെ കടപ്പത്രം. ആ 1 ലക്ഷത്തിന്റെ കടപ്പത്രത്തിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്ര റിട്ടേൺ, മന്ത്ലി ഇത്ര പെർസെന്റേജ് വെച്ച് റിട്ടേൺ നിങ്ങൾക്ക് തരും, ഇത്ര മെച്ചൂരിറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് തിരിച്ചു തരും, ഫണ്ട് തിരിച്ചു തരും എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് എന്ന് പറയാൻ കടപ്പത്രമാണ്. അപ്പൊ കമ്പനികളാണ് ഈ പണം നമ്മൾ കടം കൊടുക്കുന്നത് കമ്പനികൾക്ക് മാത്രമല്ല. കമ്പനികൾ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനി ഉണ്ട്, ഗവൺമെന്റ് കമ്പനി ഉണ്ട്. അപ്പൊ ഗവൺമെന്റിനും വേണമെങ്കിൽ ബോണ്ടുകൾ കൊടുക്കാം. സെക്യൂർഡ് ഗവൺമെന്റ് ബോണ്ടുകൾ, സെക്യൂർഡ് കോർപ്പറേറ്റ് ബോണ്ടുകൾ. കോർപ്പറേറ്റ് ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ കമ്പനികളുടെ, ഗവൺമെന്റ് ബോണ്ടുകളുണ്ട്. ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പണം ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു പ്രോസസ്സ്. കടമായിട്ടാണ് സ്വീകരിക്കുന്നത്. അവർക്ക് പകരമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് മന്ത്ലിയോ ഇയർലിയോ ആയിരിക്കും. ഒപ്പം തന്നെ മെച്ചൂരിറ്റി കഴിയുമ്പോൾ ഈ എമൗണ്ടും തിരിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾക്ക് എന്താ കിട്ടുക? പണം കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈ കടപ്പത്രങ്ങളാണ് കിട്ടുക, അതായത് ബോണ്ടുകളാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഇനി ഇവയിൽ നിന്നൊക്കെ എത്ര പെർസെന്റേജ് കിട്ടും, എത്രത്തോളം സുരക്ഷിതത്വം ഇതിനൊക്കെ ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് കുറച്ച് ഈ പറഞ്ഞ ബോണ്ടുകളാണ്, അവയുടെ സ്കോറും കാര്യങ്ങളൊക്കെയാണ്. ബോണ്ടുകൾക്ക് പൊതുവെ പലതരത്തിലുള്ള സ്കോർ ഉണ്ട്. AAA എന്ന് പറഞ്ഞൊരു സ്കോർ ഉണ്ട്, അതുപോലെ തന്നെ AA എന്ന് പറഞ്ഞ സ്കോർ ഉണ്ട്, A, അതിന് താഴെ BBB+, അങ്ങനെ ഓരോ സ്കോറുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ AAA എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള സ്കോറാണ്. ആ സ്കോർ എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് റിസ്ക് ആയിരിക്കും, റിസ്ക് കുറഞ്ഞ കമ്പനികളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. AA എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള സംഭവമായിരിക്കും. A ആൻഡ് ബിലോ വരുന്നത് ഹൈ ഈൽഡിംഗ് ആണ്, ബട്ട് അവിടെ റിസ്ക് ഭയങ്കരമായിട്ട് കൂടുതലുള്ള റിസ്ക് ഉണ്ടാവും. ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടുമ്പോൾ അതേപോലെ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ഈ പറഞ്ഞ റിസ്ക്കും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കുറച്ച് ഫണ്ടുകളൊന്നും മനസ്സിലാക്കാം. നിലവിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ബോണ്ടുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഈ ബോണ്ടുകളിൽ കീർത്തന ഫിൻസർവ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കമ്പനിയാണ്. ഈ ഒരു ബോണ്ടിന് BBB+ ആണ് ഉള്ളത്. BBB+. ഇത് മന്ത്ലി ആണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. 13.3% ആണ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുക. അത് ഇയർലി ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് അതിനെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുക. ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇയർലി ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ അടുത്ത ഒരെണ്ണം ഉള്ളത് BBB+ വരുന്ന ഒരു കമ്പനി, കീർത്തനയുടെ തന്നെ വേറെ ഒരു ഫണ്ടാണ്, വേറൊരു ബോണ്ടാണ്. അതുപോലെ മിഡ്ലാൻഡിന്റെ മൈക്രോൺ ഫിൻ ലിമിറ്റഡിന്റെ ഒരു ബോണ്ട് ഉണ്ട്, അതിന് 12.5%. അപ്പം നോർമലി ബാങ്കിലെ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും റിട്ടേൺ കിട്ടുന്നത്. ഓക്കെ, കൂടുതലായിരിക്കും കിട്ടുന്നത്. സാധാരണ നമ്മൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കും, അപ്പൊ അത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കും, അപ്പൊ അത് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. മീൻസ് മാർക്കറ്റ് താഴോട്ട് പോകുന്നതിനനുസരിച്ച് ചിലപ്പോൾ യൂണിറ്റുകൾ, നമുക്ക് ചെറിയ യൂണിറ്റിന്റെ NAVയുടെ പ്രൈസ് കുറയും, ഒരു യൂണിറ്റിന്റെ പ്രൈസ് കുറയുന്നതനുസരിച്ച് നമുക്ക് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നീട് അത് തിരിച്ചു കയറും. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു എഗ്രിമെന്റ് ആണ്, ഒരു ഡീഡാണ്, ഒരു കടപ്പത്രമാണ്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ടുള്ള പെർസെന്റേജ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ റിസ്ക് അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ കമ്പനികളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കും. കാരണം നമുക്ക്
നമുക്ക് പൈസ നഷ്ടപ്പെട്ട കമ്പനി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോയി, അത്രയേ ഉള്ളൂ. NCD പോലെ തന്നെ കമ്പനി പൊട്ടിയാൽ നമ്മുടെ പൈസ പോയി, അതിന് ഉത്തരവാദിത്തം കാര്യങ്ങളില്ല. അപ്പൊ ഗവൺമെന്റ് ബോണ്ടുകൾ പലരും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണാം വേദിക, നമുക്കറിയാവുന്ന ഒരുപാട് കമ്പനി ഉണ്ട്. താഴോട്ട് പോയി കഴിഞ്ഞാൽ അന്നപൂർണ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. ഇവിടെ ഏർലി സാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, നമുക്ക് അറിയുന്ന ഒരു കമ്പനിയാണ്. ഏർലി സാലറി 11.6% ഉള്ളത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ബി എന്ന് പറഞ്ഞ ഒരു കമ്പനി, അവരുടെ കമ്പനിയാണ്, NBFC ആണ്, KB NBFC 11.45%. മുത്തൂറ്റ് നമുക്ക് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കമ്പനിയാണ്, 11.25%. അതേപോലെ കൊശമറ്റ ഫിനാൻസ് നമുക്ക് അറിയുന്ന കമ്പനിയാണ്, 11%. അതേപോലെ നവി ഫിൻസർവ് 11.5%. ഷെയർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി 10%. മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് 11.11%. അപ്പൊ ഇവരൊക്കെ ഈ കമ്പനികൾ എഡൽവൈസസ് ഉണ്ട്. ഇവരൊക്കെ ഈ കമ്പനികളൊക്കെ ചെയ്യുന്ന പ്രോസസ്സ് മനസ്സിലായോ? ഇവരൊക്കെ ഇങ്ങനെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ഇവര് എത്ര ഇൻട്രസ്റ്റ് റേറ്റിനാണ് വാങ്ങിക്കുന്നത്? ഈ പറഞ്ഞ 10.58 ഇൻട്രസ്റ്റ് റേറ്റിനാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ നമുക്ക് അറിയാവുന്ന ഒരുപാട് കമ്പനി, മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ് ലിമിറ്റഡ് ഉണ്ട് 10.25. ഒരുപാട് കമ്പനികൾ, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ കമ്പനി, വിവൃതി ക്യാപിറ്റൽ ഒക്കെ എനിക്ക് അറിയുന്ന കമ്പനിയാണ്. ഈ കമ്പനിയൊക്കെ ഇൻവെസ്റ്റ്മെന്റ്. HDFC ബാങ്ക് 6% വാങ്ങിക്കുന്നത്. AAA കാറ്റഗറിയിലുള്ള കമ്പനിയാണ്, അപ്പൊ 6%. അപ്പോൾ HDFC ബാങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ് ബെറ്റർ. ECL ഫിനാൻസ് ലിമിറ്റഡ് A+ ഉണ്ട്. ആദിത്യ ബിർള AAA ഉണ്ട്, 7% റിട്ടേൺ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി, നാഷണൽ ഹൈവേയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ഗവൺമെന്റിന്റെ ഫണ്ടാണ്, അപ്പോൾ ഗവൺമെന്റിന്റെ കമ്പനിയാണ്. അവിടെ 7% റിട്ടേൺ കിട്ടുന്നുണ്ട്, 7%. ഓർക്കുക, നമുക്ക് ഷെയർ അല്ല കിട്ടുക, നമുക്ക് കടപ്പത്രങ്ങളാണ് കിട്ടുക. ഈ കടപ്പത്രങ്ങൾ വാലിഡിറ്റി ഉണ്ട്, ആ വാലിഡിറ്റി കഴിയുമ്പോഴേക്കും ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയാണ് റേറ്റ്. 11% മേളിലുള്ള റിട്ടേൺസ് കൊടുക്കുന്ന കമ്പനികളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ടാക്സ് ഫ്രീ റിട്ടേൺ കൊടുക്കുന്ന ഏതെങ്കിലും കമ്പനി ഉണ്ടോ നോക്കാം, അതില്ല. അതേപോലെ തന്നെ മെച്യൂരിറ്റി 3 വർഷത്തിന് താഴെ മെച്യൂരിറ്റി പറയുന്ന കുറെ കമ്പനികളുണ്ട്, ആ കമ്പനികൾ നമുക്ക് നോക്കാം. അങ്ങനെ ഏത് രീതിയിലും AAA കാറ്റഗറിയിലുള്ള കമ്പനികളെ മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. പല രീതിയിലും നമുക്ക് ഇതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ബോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പത്രങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഗവൺമെന്റിനും ബോണ്ടുണ്ട്, കോർപ്പറേറ്റ് കമ്പനികൾക്കും ബോണ്ടുണ്ട്. അവർ നമ്മളെ കയ്യിൽ നിന്ന് കടം മേടിക്കാൻ വേണ്ടിയിട്ട്, പലിശക്ക് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ ഇറക്കുന്ന കടപ്പത്രത്തിനെയാണ് ഈ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഇത് എല്ലാവരുടെ മനസ്സിലിങ്ങനെ ഇരിക്കട്ടെ. ഭാവിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ബോണ്ടുകളിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഇനി എല്ലാ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് കമ്പനികളുടെ ബോണ്ടുകളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഏകദേശം ഒരു 12% റിട്ടേൺസ് BBB+ിലൊക്കെയുള്ള കമ്പനികളിൽ നിന്ന് നമുക്ക് കിട്ടും എന്നതിൽ തർക്കമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ ടിപ്സ്, അറിവുകൾ വരും ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താനും മറക്കാതിരിക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്, കോളീഗ്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. സൈനിങ് ഓഫ്. ബൈ.